നമസ്കാരം. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിനൊപ്പം ഇൻട്രസ്റ്റ് കൂടി അടയ്ക്കേണ്ടി വരാറുണ്ട്. സെക്ഷൻ 234A, B, C എന്ന 3 വകുപ്പിലായിട്ടാണ് പൊതുവെ ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആയി വരാറുള്ളത്. ഇതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കേണ്ട തുക, അതായത് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ട തുക അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാത്തതുകൊണ്ടാണ്. അതായത് 234Bയും 234Cയും അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം നമ്മൾ TDS എന്നുള്ള കാര്യം. നമ്മൾക്ക് മറ്റൊരാൾ ഒരു എമൗണ്ട് തരുമ്പോൾ അവർ ചെറിയ പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് അവർ മുൻകൂർ അടച്ചിട്ടുണ്ടാവും. അതാണ് TDS. പക്ഷെ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ടാക്സ് മുൻകൂറായി അടയ്ക്കേണ്ടതാണ്. ഇതിന് 4 ഡ്യൂ ഡേറ്റ്സുകളാണ് പൊതുവെ പറയുന്നത്. ഒന്ന് 15th ജൂൺ, 2 15th സെപ്റ്റംബർ, 15th ഡിസംബർ ആൻഡ് 15th മാർച്ച്. ഈ 4 ഘട്ടങ്ങളായിട്ട് നമ്മൾ അഡ്വാൻസ് ടാക്സ് നമ്മൾ 100% അടയ്ക്കണം. 15th ജൂണിനുള്ളിൽ നമ്മൾ 15% അഡ്വാൻസ് ടാക്സ് അടച്ചിരിക്കണം. നമ്മൾ 15% അടച്ചില്ലെങ്കിൽ 15th സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമ്മൾ 45% അടച്ചിരിക്കണം. 15th ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ 75% അഡ്വാൻസ് ടാക്സ് അടച്ചിരിക്കണം. 15th മാർച്ച് ആകുമ്പോഴേക്കും നമ്മൾ 100% അഡ്വാൻസ് ടാക്സ് അടച്ചിരിക്കണം. നിങ്ങൾ 44AD ADA പ്രകാരമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ, അതായത് പ്രിസംപ്റ്റീവ് ടാക്സ് ആണെങ്കിൽ 100% ടാക്സും ഒറ്റ ഗഡുവായിട്ട് 15th മാർച്ചിനുള്ളിൽ തന്നെ അടച്ചിരിക്കണം.